ഈ പറയുന്ന 5 ദർശനങ്ങൾ ശ്രീ ശങ്കരനാണ് അദ്വൈതം പ്രചരിപ്പിച്ചത്. അദ്ദേഹമല്ല അതിൻ്റെ ഉപജ്ഞാതാവ്. പലരും അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ ഗുരുവായിരുന്ന നാരായണൻ എന്ന് പറയുന്ന മഹർഷിയാണ് ഇത് ആദ്യമായി ഉണ്ടാക്കിയത്. പിന്നെ ശ്രീ ശങ്കറിലേക്ക് അത് ആഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹമാണ് പ്രസ്ഥാനത്രയം എന്നറിയപ്പെടുന്ന ഹൈന്ദവ ഗ്രന്ഥങ്ങൾ 12 കാണും. ദശോപനിഷത്തുകൾ 10 ഗ്രന്ഥങ്ങളും പിന്നെ ഈ ബ്രഹ്മസൂത്രം എന്ന് പറയുന്ന ബദ്രിനാരായണ മഹർഷിയുടെ ഗ്രന്ഥവും പിന്നെ ശ്രീമദ് ഭഗവത്ഗീതയും മൊത്തം 12. ഇതിനാണ് പ്രസ്ഥാനത്രയം എന്ന് പറയാം. ഈ ഗ്രന്ഥങ്ങൾ ഉപയോഗപ്പെടുത്തി അദ്വൈതത്തെ വ്യാഖ്യാനിക്കുകയും അതിന് ആധികാരികത അല്ലെങ്കിൽ അതിൻ്റെ പ്രമാണബദ്ധത തെളിയിക്കുകയും ചെയ്ത ആളാണ് ശ്രീ ശങ്കരൻ. അദ്ദേഹത്തിലേക്കാണ് അത് പിന്നീട് അറിയപ്പെട്ടത് ശ്രീ ശങ്കരാദ്വൈതം. ഈ ശങ്കരാദ്വൈതം പ്രചരിപ്പിക്കാൻ വേണ്ടിയ പത്രസമ്മേളനം നടത്തുന്നത്. ഇവരത് അറിയുമെന്ന് എനിക്കറിയില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഓർമ്മിപ്പിക്കുകയാണ് ഒന്നുകൂടെ. ഇത് സ്നേഹം കൊണ്ട് ഉപദേശിക്കുന്നതാണ്. ഇത് സ്നേഹം കൊണ്ട് മാത്രം പറയുന്നതാണ്. ശ്രീ ശങ്കരാദ്വൈതത്തിൽ ഈ കാണുന്നതെല്ലാം മായയാണ്, ഇല്ലാത്തതാണ്. അത് വിശദീകരിക്കാൻ മണിക്കൂറുകൾ വേണ്ടി വരും. മാക്സ് മുള്ളറിൻ്റെ പ്രസിദ്ധമായൊരു ഗ്രന്ഥമുണ്ട്, ഇന്ത്യയിലെ ഷഡ്ദർശനങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ അവസാന ഭാഗം ഏകദേശം ഇത് വിശദീകരിക്കാനാണ് മാറ്റിവെച്ചത്. അത് സംബന്ധമായി വേറെയും കുറേ ഗ്രന്ഥങ്ങളുണ്ട്. നമ്മുടെ കെ ദാമോദരൻ്റെ ഭാരതീയ ചിന്ത, നമ്മുടെ 1ാം രാഷ്ട്രപതിയായിരുന്ന രാധാകൃഷ്ണൻ്റെ ഈ ഭാരതീയ ദർശനം, ഇത്ര തടിച്ച പുസ്തകങ്ങളാണ് ഇതൊക്കെ. ഭാരതീയ ദർശനം 2 വാള്യമുണ്ട് ഇത്ര തടിച്ചത്. ഇതൊക്കെ കൂടെ വിശദീകരിക്കുന്നതാണ് ഈ പറയുന്ന സംഭവം.